ഇനി നമുക്ക് നല്ല വെറൈറ്റി ആയിട്ട് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാം അല്ലേ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്ക് അളവ് കപ്പിൻ്റെ ആവശ്യമില്ല, ഓവൻ ബീറ്റർ അതൊന്നും നമുക്ക് ആവശ്യമില്ല. മിക്സിയും അതുപോലെ തന്നെ കയ്യിലുള്ള പാത്രം ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്തെടുക്കുന്നത് പ്രഷർ കുക്കറിനകത്താണ്. 3 ലിറ്ററിൻ്റെ കുക്കറാണ്. ഇതിൻ്റെ താഴെ ഭാഗത്തും സൈഡിലൊക്കെ കുറച്ച് എണ്ണ തടവിയിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. താഴെ ഭാഗത്തായിട്ട് ഒരു പീസ് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ എങ്ങനെയാണ് ബട്ടർ പേപ്പർ റെഡിയാക്കി എടുക്കുന്നതെന്നുള്ള വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. അതായത് നമുക്ക് ട്യൂട്ടി ഫ്രൂട്ടിയോ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഇപ്പോൾ ഉണക്ക മുന്തിരി നമ്മൾ സാധാരണ പ്ലം കേക്കിലൊക്കെ ചേർക്കുന്നതാണൊക്കെ. ഞാനിപ്പോൾ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കുറച്ച് ഉണക്ക മുന്തിരിയും ചേർത്തിട്ട് അതിലോട്ട് 1 ടീസ്പൂണിനടുത്ത് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ ധാരാളമാണ്. ഇനി നമ്മൾ അടുത്ത ചേരുവ, പ്രധാന ചേരുവ നുറുക്ക് ഗോതമ്പാണ്. നമുക്കിതിൽ അളവ് കപ്പിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഗ്ലാസ്സോ കപ്പോ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ 1 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് നല്ല ചൂടുള്ള വെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്തിയതിന് ശേഷം വെള്ളം വാർന്നിട്ട് ഗ്ലാസ്സിനകത്തോട്ട് മാറ്റിയതാണ്. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് ഉണങ്ങിയത് കൊണ്ടാണ് കേട്ടോ. ആ വെള്ളത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കപ്പ് എടുക്കുക. ആ കപ്പ് തന്നെ എല്ലാ അളവിനും വേണ്ടി ഉപയോഗിച്ചാൽ മതി. ഇനി ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ഞാൻ 1 അച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ 1 അച്ച് നിങ്ങൾക്ക് 2 അച്ച് ശർക്കര ഉപയോഗിക്കാവുന്നതാണ്. കാരണം നമ്മൾ ഇതിന് മധുരത്തിന് വേറൊരു കാര്യം കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 1 അച്ച് ശർക്കര മാത്രം ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ശർക്കരയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നാണെങ്കിൽ ഇതിന് പകരം സാധാരണ പഞ്ചസാര ഉപയോഗിക്കാം. പഞ്ചസാര പൊടിച്ച് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ടേക്ക് അതേ ഗ്ലാസ്സിന് നമ്മൾ നേരത്തെ അളവെടുത്ത ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിന് 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ശർക്കര ആകുമ്പോൾ ചില ശർക്കരയിലൊക്കെ നന്നായിട്ട് കല്ലും തരികളും ഉണ്ടാകും. അപ്പോൾ അതെന്തായാലും ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കുക. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ശർക്കരയാണ്. ഇതിലൊട്ടും തന്നെ കല്ലും തരികളും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അരിച്ചിട്ടൊന്നും കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞിരുന്നു ഇതിനകത്ത് മധുരത്തിന് വേണ്ടി ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട് എന്നുള്ളത്. നല്ല ഈന്തപ്പഴമാണ്. ഒരു 7-8 എണ്ണത്തിനടുത്ത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഈ ശർക്കര പാനിയിൽ കിടന്നിട്ട് ഈന്തപ്പഴം നന്നായിട്ട് കുതിർന്ന് വരണം, നന്നായിട്ട് ഒന്ന് യോജിച്ച് വരണം. അപ്പോൾ നിങ്ങൾക്ക് ഈന്തപ്പഴത്തിൻ്റെ അളവ് കൂടുതൽ ഉപയോഗിക്കാം, ശർക്കരയുടെ അളവ് കുറക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അളവൊക്കെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എടുക്കുന്ന കപ്പിന് കണക്കായിട്ട് അളവ് എടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരു ഇത്തിരി സമയം ഇതിനകത്ത് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് സോഫ്റ്റ് ആയിട്ട് വരും. ഇനി ഇതിലോട്ട് ഫ്ലേവറിന് വേണ്ടി നമ്മൾ പ്ലം കേക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൗഡർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഏലക്ക, പട്ട, അതുപോലെ തന്നെ ഗ്രാമ്പൂ, പിന്നെ കുറച്ച് നമ്മുടെ ചുക്ക് പൊടിയും കൂടി പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുക. അതിനകത്തൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് 1 ടീസ്പൂൺ 1.5 ടീസ്പൂണിനടുത്തൊക്കെ ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ശർക്കര പാനിയും ഈന്തപ്പഴവും ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് യോജിച്ച് തിളച്ച് വരുമ്പോൾ ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നുറുക്ക് ഗോതമ്പ് ഉണ്ടല്ലോ, നമ്മൾ തിളച്ച വെള്ളത്തിൽ എന്തായാലും കുതിർത്തി വെക്കണം കേട്ടോ നുറുക്ക് ഗോതമ്പ്. എന്നാൽ മാത്രമേ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇത് അങ്ങ് മൊത്തത്തിൽ അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അരച്ചെടുക്കുന്നത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് തലേ ദിവസം വേണമെങ്കിൽ രാത്രി നിങ്ങൾ കുതിർത്തിട്ട് രാവിലെ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി എളുപ്പമല്ലേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശരിക്കും ശർക്കര പാനിയായിട്ടൊക്കെ ഈ പിന്നെ നുറുക്ക് ഗോതമ്പ് ഒന്ന് യോജിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ചൂടാറണം. ഇനി ചൂടാറിയിട്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് നമ്മുടെ നുറുക്ക് ഗോതമ്പ് മുഴുവനായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനേക്കാളും എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു ജാറുണ്ടല്ലോ മിക്സിയുടെ, അതിനകത്താകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാം. അതേ ഗ്ലാസ്സിന് തന്നെ ഞാനൊരു 1/4 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി പാല് ഇഷ്ടമില്ലാത്തവർക്ക് വെള്ളം ഉപയോഗിക്കാം. പക്ഷേ പാല് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അരച്ചെടുത്തിട്ടുള്ള മിക്സ് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടാണ് ബൗളിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അരിച്ചെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ കേക്കല്ലേ, കുറച്ച് നല്ല സോഫ്റ്റ് അതൊക്കെ കിട്ടണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലോട്ടേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ്സൊക്കെ നുറുക്ക് ഗോതമ്പ് എടുക്കുന്ന സമയത്ത് വലിയ മുട്ടയാണ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ 1 മാത്രം ഉപയോഗിച്ചാൽ മതി. ചെറുതായതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 എണ്ണം മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടേക്ക് ഞാനൊരു ആ ഒരു ഗ്ലാസ്സിന് തന്നെ ഒരു 1/4 ഗ്ലാസ് എണ്ണ, സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു ഇത്തിരി വാനില എസൻസ് ചേർക്കുന്നുണ്ട്. നിർബന്ധമില്ല, വാനില എസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ നേരത്തെ ചേർത്ത പൊടികൾ മാത്രം തന്നെ മതി കേട്ടോ. അതുപോലെ തന്നെ എണ്ണയ്ക്ക് പകരം നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ മിക്സ് മുഴുവനായിട്ട് നമ്മുടെ നുറുക്ക് ഗോതമ്പ് അരച്ച് വെച്ചിട്ടുള്ള ഒരു കൂട്ടുണ്ടല്ലോ, അതിനകത്തോട്ടേക്ക് ഞാൻ മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുട്ട മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ സമയം മാത്രം ഒന്ന് അടിച്ചു, ജസ്റ്റ് കുറച്ച് സെക്കൻഡ്സ് മാത്രം ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഒരു അരിപ്പ ഇതുപോലെ മുകൾ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട്
അതേ ഗ്ലാസ്സിന് അര ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കറക്റ്റ് അര ഗ്ലാസ്, അതേ ഗ്ലാസ്സിന് അര ഗ്ലാസ് എടുക്കുക. ഇതിലോട്ടേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും വളരെ കുറച്ച് ഒരു 1/4 ടീസ്പൂണിനടുത്ത് ബേക്കിംഗ് സോഡയും ഒരു 2 പിഞ്ച് ഉപ്പുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ കയ്യിലില്ലെങ്കിൽ ബേക്കിംഗ് സോഡ മാത്രം വിനാഗിരിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഒരു ടീസ്പൂൺ വിനാഗിരിയിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡ മിക്സ് ചെയ്തിട്ട് ബാറ്ററിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്താലും മതി. ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു മുട്ടയുടെ മിക്സും നമ്മുടെ നുറുക്ക് ഗോതമ്പിൻ്റെ മിക്സൊക്കെ ആയിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ബാറ്ററി ഒരിക്കലും ഒത്തിരി സമയം അങ്ങ് കുത്തി ഇളക്കരുത്. ശരിക്കും എല്ലാം നന്നായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നിങ്ങൾ ബാറ്റർ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഒത്തിരി ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി ചേർത്തിട്ട് ബാറ്റർ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരാം. ഇനി ഒത്തിരി ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ടിപ്സ് വെച്ചിട്ട് ബാറ്റർ എപ്പോഴും ഫെയിൽ ആവാതെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബാറ്ററിനെ ബാലൻസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇപ്പോൾ നല്ല കറക്റ്റ് അളവിൽ തന്നെയാണ് ഉള്ളത്. നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ടൂട്ടി ഫ്രൂട്ടിയും ഉണക്കമുന്തിരിയൊക്കെ ഒരു കറക്റ്റ് ഒരു 2-2.5 ടേബിൾ സ്പൂണിനടുത്താണ് കേട്ടോ ടൂട്ടി ഫ്രൂട്ടി ഉണക്കമുന്തിരിയൊക്കെ ഉള്ളത്. അതുപോലെ ഗോതമ്പ് പൊടിയാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തത്. അത് വളരെ കുറച്ച് മാത്രം ഇതിനകത്തോടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ. നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പ്രഷർ കുക്കറിനകത്തോട്ടേക്ക് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ, അത്യാവശ്യം കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഉണ്ടാവുക. അതായത് നമ്മൾ മറ്റുള്ള ബാറ്റർ പോലെയല്ല. അപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് എയർ ബബിൾസ് കളയുക. എയർ ബബിൾസ് കളഞ്ഞിട്ട് തറയിൽ വെച്ചിട്ട് ഒന്നുകൂടി ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. കേക്ക് ബാറ്ററിൽ ഒട്ടും എയർ ബബിൾസ് ഉണ്ടാകില്ല. മുകൾ ഭാഗത്ത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുറച്ച് കശുവണ്ടി പരിപ്പ്. അപ്പോൾ നമ്മൾ നേരത്തെ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, നമ്മൾ പ്ലം കേക്കിലൊക്കെ ചെയ്യുന്നത് പോലെ. ഞാനിപ്പോൾ ഇതിൽ കശുവണ്ടി പരിപ്പ്, മുകൾ ഭാഗത്ത് കുറച്ച് നമ്മുടെ വെള്ള എള്ള് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് ചെറി, നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചെറി ഉണ്ടല്ലോ, അത് കഷ്ണം ഇതുപോലെ മുറിച്ചെടുത്തിട്ട് അത് ടോപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെക്കുന്ന സമയത്ത് വിസിലും കുക്കറിൻ്റെ അതുപോലെ തന്നെ വാഷറും റിമൂവ് ചെയ്യുക. എന്നിട്ട് ഉപയോഗിക്കാത്തൊരു പാൻ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് പ്രഷർ കുക്കർ ഇതിനകത്തോട്ടേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 50 മിനിറ്റ് എടുക്കും ഈ ഒരു കേക്ക് ബേക്ക് ആവാൻ വേണ്ടി. 50 മിനിറ്റിൽ കൂടുതലൊക്കെ എടുക്കും കേട്ടോ. നമ്മൾ പ്ലം കേക്ക് ബേക്ക് ആവാൻ ഒത്തിരി സമയം എടുക്കാറില്ലേ, അതുപോലെ തന്നെയാണ് ഈ ഒരു കേക്കും 50 മിനിറ്റിലൊക്കെ കൂടുതൽ എടുക്കും. അപ്പോൾ 50 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് തുറന്ന് നോക്കാം. അപ്പോൾ 180 ഡിഗ്രി സെൽഷ്യസിൽ 50 മിനിറ്റിൽ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ, ഓവനിലാണെങ്കിൽ. അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ കേക്ക് ഇപ്പം ഞാൻ 50 മിനിറ്റ് തുറന്ന് നോക്കിയപ്പോൾ ബേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 6-7 മിനിറ്റ് അധികം വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ബേക്ക് ആയത്. ഇതിപ്പോൾ നന്നായി ചൂടാറി വന്നിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ കേക്ക് ഒരു 50 മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് തുറന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ ബട്ടർ പേപ്പർ ഇനി റിമൂവ് ചെയ്യുക അല്ലേ. കേക്ക് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈന്തപ്പഴവും നുറുക്കു ഗോതമ്പും ഗോതമ്പ് പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്കാണ്. ശരിക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ. വേറെ തന്നെ ഒരു ഫ്ലേവറാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇനി നമുക്കൊരു പീസ് ഒന്ന് മുറിച്ച് നോക്കാം അല്ലേ. അപ്പോൾ എത്രത്തോളം നല്ല സൂപ്പർ സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണെന്ന് നോക്കാം. നമ്മൾ മിക്സിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ നമ്മൾ ബീറ്റർ വെച്ച് അടിച്ചിട്ടൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടല്ലേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാൻ. കണ്ടില്ലേ, നല്ല സൂപ്പർ സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള കേക്ക്. അപ്പോൾ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ റെസിപ്പീസ് നമുക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സീരീസിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് ഈ ഒരു നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള കേക്ക്. ഇനി ഇത് വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പും കടലയൊക്കെ വെച്ചിട്ടുള്ള വെറൈറ്റി റെസിപ്പീസ് നമുക്ക് ഇനിയും ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.